പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനു പോകും എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും BSc നഴ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് 89 88 അല്ലെങ്കിൽ 75% ഒക്കെ മാർക്കായിരിക്കും. ചുരുക്കം ചിലർക്ക് 90 92% ഒക്കെ മാർക്കുകളും 95 ഒക്കെ കിട്ടുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ LBS വഴി നമുക്കൊരു സീറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോഴേ 95% മാർക്കൊക്കെ ഉള്ളവർക്കായിരിക്കും LBS വഴിയൊക്കെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വേണമെന്ന് നമ്മൾ കോളേജിനെ സമീപിക്കുകയും അപ്പോൾ അവർ അഡ്മിഷൻ തരാമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറയും 8 ലക്ഷം രൂപ ഡൊണേഷൻ തന്നാൽ നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കാം, സീറ്റ് തരാമെന്ന്. അപ്പം പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാം സീറ്റ് കാണത്തില്ല. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ സീറ്റൊന്നും കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പം അതർ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടുകാർ വിടത്തില്ലായിരിക്കും. കുട്ടികൾക്ക് ചിലപ്പം താല്പര്യം കാണത്തില്ല. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ചിലപ്പം പേരൻസിന് താല്പര്യക്കുറവ് കാണുമായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്മിഷനൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കും. അപ്പോൾ കേരളത്തിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ സമയം കഴിഞ്ഞു പോയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് കർണാടക, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇവിടെയൊക്കെയാണ് അടുത്ത ഓപ്ഷൻ. നമ്മൾ ഫീസ് കുറച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ഡൊണേഷൻ ഇല്ല, ഫീസൊക്കെ കുറവായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കയറിയാൽ ഒരു 1.5 ലക്ഷം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ 50,000 55 അങ്ങനെ ഈ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ അങ്ങനെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ ഒരു 5,000 ഒക്കെ ഇങ്ങനെ മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കൊക്കെ ലോൺ സൗകര്യമൊക്കെ അവർ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കർണാടക സ്കൂൾ ഓഫ് നേഴ്സിങ്ങിലൊക്കെ നമ്മൾ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവർ വേറൊരിടത്ത് കൊണ്ട് ചെന്നിട്ടാണ് പരീക്ഷാ സെൻറ്ററൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ ആ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളതൊക്കെ നോക്കി ചെയ്യുക. എല്ലായിടവും ഒന്നുമില്ല, എല്ലാം നല്ല കോളേജുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ മെഹറാസ് മെഡിക്കൽ കോളേജ് അതൊരു ട്രസ്റ്റിൻ്റെ ആണ്. അവിടെയൊക്കെ ഫീസ് നന്നായിട്ട് കുറവൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് BSc നഴ്സിംഗ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ പരിമിതിക്കനുസരിച്ച് ഫീസൊക്കെ അടച്ച് ബാംഗ്ലൂരൊക്കെ പഠിക്കാം. ബാംഗ്ലൂരൊന്നും പഠിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കേരള ഫുഡ് തന്നെയാണ് ഇപ്പോൾ ചില PGകളിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നല്ല കോളേജുകളൊക്കെ തിരഞ്ഞെടുക്കുക. കാരണം ഞാൻ അനുഭവസ്ഥയാണ്. ഞാൻ അഡ്മിഷന് വേണ്ടി നമ്മൾ മുത്തൂറ്റി വിളിച്ചു, 8 ലക്ഷം രൂപ നമ്മളോട് ഡൊണേഷൻ ചോദിച്ചു. അതുപോലെ ഓരോ കോളേജിൽ വിളിച്ചിട്ടും 8 ലക്ഷം രൂപയാണ് നമ്മളോട് ഡൊണേഷൻ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 2 കുട്ടികളുള്ളപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോ ലക്ഷം കുറച്ചിട്ട് 7 ലക്ഷം രൂപയാണ് ഡൊണേഷൻ ചോദിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എന്തായാലും സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. പണമുള്ളവരുടെ മക്കൾക്ക് മാത്രമേ നഴ്സിംഗ് ഒക്കെ കേരളത്തിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ NRI സീറ്റിന് ആവശ്യപ്പെടുമ്പോൾ NRI സീറ്റിന് 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഡൊണേഷനാണെങ്കിൽ 10 ലക്ഷം. അതുപോലെ തന്നെ NRI സീറ്റിൽ ഫീസും കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ അഡ്മിഷൻ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക. പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനു പോകും എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും BSc നഴ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് 89 88 അല്ലെങ്കിൽ 75% ഒക്കെ മാർക്കായിരിക്കും. ചുരുക്കം ചിലർക്ക് 90 92% ഒക്കെ മാർക്കുകളും 95 ഒക്കെ കിട്ടുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ LBS വഴി നമുക്കൊരു സീറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ 95% മാർക്കൊക്കെ ഉള്ളവർക്കായിരിക്കും LBS വഴിയൊക്കെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വേണമെന്ന്
നമ്മൾ കോളേജിനെ സമീപിക്കുകയും അപ്പോൾ അവർ അഡ്മിഷൻ തരാമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറയും 8 ലക്ഷം രൂപ ഡൊണേഷൻ തന്നാൽ നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കാം, സീറ്റ് തരാമെന്ന്. അപ്പം പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാം സീറ്റ് കാണത്തില്ല. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ സീറ്റൊന്നും കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പം അതർ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടുകാർ വിടത്തില്ലായിരിക്കും. കുട്ടികൾക്ക് ചിലപ്പം താല്പര്യം കാണത്തില്ല. കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിലും ചിലപ്പം പേരൻസിന് താല്പര്യക്കുറവ് കാണുമായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്മിഷനൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കും. അപ്പോൾ കേരളത്തിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ സമയം കഴിഞ്ഞു പോയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് കർണാടക, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇവിടെയൊക്കെയാണ് അടുത്ത ഓപ്ഷൻ. നമ്മൾ ഫീസ് കുറച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ഡൊണേഷൻ ഇല്ല, ഫീസൊക്കെ കുറവായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കയറിയാൽ ഒരു 1.5 ലക്ഷം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ 50,000, 55 അങ്ങനെ ഈ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ അങ്ങനെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ ഒരു 5,000 ഒക്കെ ഇങ്ങനെ മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കൊക്കെ ലോൺ സൗകര്യമൊക്കെ അവർ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കർണാടക സ്കൂൾ ഓഫ് നേഴ്സിങ്ങിലൊക്കെ നമ്മൾ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവർ വേറൊരിടത്ത് കൊണ്ട് ചെന്നിട്ടാണ് പരീക്ഷാ സെൻറ്ററൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ ആ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. എല്ലായിടവും ഒന്നുമില്ല, എല്ലാ നല്ല കോളേജുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ മെഹറാസ് മെഡിക്കൽ കോളേജ് അതൊരു ട്രസ്റ്റിൻ്റെ ആണ്. അവിടെയൊക്കെ ഫീസ് നന്നായിട്ട് കുറവൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് BSc നഴ്സിംഗ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ പരിമിതിക്കനുസരിച്ച് ഫീസൊക്കെ അടച്ച് ബാംഗ്ലൂരൊക്കെ പഠിക്കാം. ബാംഗ്ലൂരൊന്നും പഠിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കേരള ഫുഡ് തന്നെയാണ് ഇപ്പോൾ ചില PGകളിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നല്ല കോളേജുകളൊക്കെ തിരഞ്ഞെടുക്കുക. കാരണം ഞാൻ അനുഭവസ്ഥയാണ്. ഞാൻ അഡ്മിഷന് വേണ്ടി നമ്മൾ മുത്തൂറ്റി വിളിച്ചു, 8 ലക്ഷം രൂപ നമ്മളോട് ഡൊണേഷൻ ചോദിച്ചു. അതുപോലെ ഓരോ കോളേജിൽ വിളിച്ചിട്ടും 8 ലക്ഷം രൂപയാണ് നമ്മളോട് ഡൊണേഷൻ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 2 കുട്ടികളുള്ളപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോ ലക്ഷം കുറച്ചിട്ട് 7 ലക്ഷം രൂപയാണ് ഡൊണേഷൻ ചോദിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എന്തായാലും സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. പണമുള്ളവരുടെ മക്കൾക്ക് മാത്രമേ നഴ്സിംഗ് ഒക്കെ കേരളത്തിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ NRI സീറ്റിന് ആവശ്യപ്പെടുമ്പോൾ NRI സീറ്റിന് 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഡൊണേഷനാണെങ്കിൽ 10 ലക്ഷം. അതുപോലെ തന്നെ NRI സീറ്റിൽ ഫീസും കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ അഡ്മിഷൻ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക.